ഇന്നിതാ ഏട്ടൻ വീട്ടിലേക്ക് മിട്ടൂനെ കൊണ്ടുവന്നതാണേ. ഇവർ മിട്ടൂനെ കാണണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ മിട്ടൂനെ കൊണ്ടുവന്നതിനെ പിന്നെ ഒരു സ്വൈര്യമില്ല കേട്ടോ. അതിനിതാ രണ്ടുപേരും അവിടുന്ന് ഇവിടുന്നും പിടിച്ച് വലിയോട് വലിയ. കല്ലൂന് ഇതിനെയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ പേടിയുണ്ട് കേട്ടോ. അത് മേത്ത് കയറുമ്പോൾ അതിൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ അവൾക്ക് എന്തോ ജസ്റ്റ് പേടിയൊക്കെ ഉണ്ടേ. എന്നാലും അവൾ ഇതിന് നിൽക്കും കേട്ടോ. പിന്നെ ഇവനാണെന്ന് ഒന്നിനെയും പേടിയും ഒന്നുമില്ല. ഒക്കെ പിടിച്ച് വെച്ച് അതിനെ കൊത്തു പഠിപ്പിക്കുക കേട്ടോ. ഇനി അടുത്ത പരിപാടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണേ. ഇന്ന് ഞങ്ങൾ വന്നത് പാരഗണിലേക്കാണ്. ഇതിപ്പോൾ ഞങ്ങൾ പുറത്ത് പോവുകയാണ്. കുറച്ച് ലോങ് ട്രിപ്പ് തന്നെയാണേ. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നേരെ ഇറങ്ങാൻ. അപ്പോൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പാരഗണിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ബിരിയാണിയാണല്ലോ ട്രൈ ചെയ്യുക. അങ്ങനെ ബിരിയാണി കഴിക്കാൻ കയറിയതാണ്. പക്ഷേ ഞങ്ങളെ കൂടെ ഒരു നമ്പൂരി ഉണ്ട് കേട്ടോ. ഏച്ചീൻ്റെ മോനാണെച്ചാൽ ചിക്കൻ അങ്ങനത്തെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും തിന്നൂല കേട്ടോ. അവന് മെയിനായിട്ട് വേണ്ട ചോറ്, സാമ്പാർ ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അവനെയും കൂടി നോക്കിയിട്ടാണ് കയറിയത്. അപ്പോൾ അവന് വേണ്ടത് അവൻ പൊറാട്ടയും ഗോബി മഞ്ചൂരിയും വാങ്ങിയേ. ഞങ്ങളൊക്കെ ബിരിയാണി വാങ്ങി. അങ്ങനെ കല്ലൂന് ഇതാ സ്പെഷ്യൽ പ്ലേറ്റൊക്കെ വന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ കാറ് കയറിയേ. ഇനി കുറച്ച് ലോങ് ആയിട്ട് പോകണം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പം തന്നെ 12 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. പുലർച്ചയായിട്ടുണ്ട്. അങ്ങനെ ഇനി ഇതിപ്പം പോകുന്നത് അമ്മേൻ്റെ നാട്ടിലേക്കാണ്, തൊടുപുഴയ്ക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളിത് ലോങ് പോയി ഇപ്പോൾ അവിടെ എത്തിയത് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയൊന്ന് ഇസേനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇസേനെയും മിട്ടൂനെ എല്ലാത്തിനെയും കൊണ്ടാട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങളെ കാറിപ്പം എല്ലാം കൂടി ഒരു സൂ ആണേ. അങ്ങനെ ഇതിനെ ഒന്ന് കുറച്ച് നേരം പുറത്തിറക്കിയതാണ്. ഇത്രയും നേരമായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണല്ലോ. പിന്നെ ഞങ്ങൾക്കൊന്നൊരു കോഫിയൊക്കെ കുടിക്കണം എന്ന് തോന്നി. ലോങ് ഡ്രൈവും കൂടി അല്ലേ. അപ്പം ഞങ്ങൾ ഇതിനെയൊക്കെ പുറത്തിറക്കി പിന്നെ കോഫിയൊക്കെ കുടിച്ച്. ആ നേരത്ത് കല്ലു എണീറ്റായിരുന്നേ. കല്ലു എണീറ്റിരിക്കുന്ന രംഗാട്ടോ ഈ കാണുന്നത്. അങ്ങനെ അവളവിടെ ഇരുന്ന്. അപ്പം ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് മെല്ലെ അത് കഴിഞ്ഞിട്ടും കുറച്ച് പോകാനുണ്ട് കേട്ടോ. തൃശ്ശൂരിന് ഇനി ഇത്തിരി കുറച്ച് ദൂരമുണ്ട്. തൊടുപുഴ എത്തണം കേട്ടോ ഏകദേശം. അങ്ങനെ ഞങ്ങൾ മിട്ടൂനൊക്കെ ഇറക്കി. പിന്നെ നേരെ അത് ഏകദേശം കുറച്ച് ലോങ് ആയിട്ട് പോയിട്ട് വീടെത്താനായിട്ടുണ്ടേ. അപ്പം വീടൊക്കെ എത്തി. പിന്നെ ഗേറ്റൊക്കെ അടച്ചിട്ടോ. ഞങ്ങളത് ആ കൊച്ചമ്മ കാത്തു നിന്നതാണ് ഇത്രയും നേരമായിട്ട്. എവിടേക്കും എത്തിയാലും വിളിച്ചു നോക്കിയായിരുന്നു കേട്ടോ. എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളവിടെ എത്തിയിട്ട് വിളിക്കാൻ കിടന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ ലേറ്റോ ഏകദേശം അതാ 4:30 ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളവിടെ എത്തുമ്പം തന്നെ. ഇനിയിപ്പോൾ വേഗം ഒന്ന് ബെഡ് കണ്ടു കഴിഞ്ഞാൽ വേഗം ഉറങ്ങണം. ഇനിയിപ്പോൾ എണീക്കുന്നതൊക്കെ കണക്കായിരിക്കും കേട്ടോ. ഇനി കുറച്ച് സമയം കഴിയും പിറ്റേന്ന് എണീക്കാൻ തന്നെ. അങ്ങനെ എണീറ്റ് നേരം വെളുത്തപ്പോഴുള്ള വ്ളോഗാണ് ഈ കാണുന്നത്. അപ്പോൾ അതവിടെ ഉറങ്ങി എണീറ്റ് അതേ വേഷത്തിലാട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളെ ഇസേനെ ഒന്ന് കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണല്ലോ. ഇവിടെ എന്തായാലും അകത്തൊന്നുമല്ല കേട്ടോ, പുറത്താണ് വെച്ചത്. അങ്ങനെ ഇസേനെയൊക്കെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി. അമ്മ അതാ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് അതിനെ കുളിപ്പിക്കാൻ. എന്തൊക്കെ പാടാല്ലേ. ഇതിനെയും കൊണ്ട് വന്നതാണ്. പിന്നെ വീട്ടിലാരും ഇല്ല നോക്കാൻ. അപ്പോൾ ഇതിനെയും കൊണ്ടുവരണമല്ലോ. എന്തായാലും ഇസയ്ക്ക് ഞങ്ങളെ നാടൊക്കെ കാണാം. അങ്ങനെ ഇസേനെ കുളിപ്പിച്ച് റെഡിയാക്കിയതാ അവൾ മടിയിലൊക്കെ ഇരുത്തുകയാണേ. എന്തായാലും ഇനി കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങാനുണ്ട്. ഏച്ചി വന്നതിന് ഇത് തന്നെയാണ് മെയിൻ പരിപാടി കേട്ടോ. കറക്കം, ഫുഡടി. പിന്നെ ഇത് അടുത്തതാ അവർ രണ്ടുപേരും കൂടി മിട്ടൂനതാ തുറക്കാൻ നോക്കുന്ന. ഇനിയിപ്പോൾ ഇതിനെ സ്വൈര്യം ഉണ്ടാവില്ല കേട്ടോ. ഇവർ ഉറങ്ങുന്ന സമയത്താട്ടോ ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാവുക. പിന്നെ ഇതിനെ തോണ്ടിക്കൊണ്ടാണ് ഇരിക്കുക. കല്ലും മോശക്കാരിയൊന്നും അല്ല കേട്ടോ. കല്ലു ഇവൻ്റെ കൂടെ കൂടിയരോ ഭയങ്കര കളിയാട്ടോ. അതിനെ പിടിച്ച് തലോടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെയാണ് രണ്ടുപേരും കൂടെയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനെ ഫുള്ളായിട്ട് പുറത്തൊക്കെ എടുത്ത് മെയിൻ കളി തന്നെയാണ്. ഇതിന് ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് നിന്ന് കൊത്തു കിട്ടും. എവിടെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പുറത്തുനിന്ന് ഇവൾ ഇസേനെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കുകയാണ്. ഇസേനെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഒരുക്കുകയാണ്. ഇതിപ്പം കല്ലൂൻ്റെ ചെറുപ്പത്തിലുള്ള ഡ്രസ്സാണ് ഇസയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതിനെയൊക്കെ പുറപ്പെടുവിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇനി പുറത്തേക്ക് പോവാൻ. അപ്പോൾ ഇതിനെയൊക്കെ പുറപ്പെടുവിച്ചിട്ട് വേണം ഞങ്ങൾ ഫ്രഷൊക്കെ ആയി മാറ്റി നിൽക്കുകയാണേ. കല്ലു ഡ്രസ്സൊക്കെ മാറ്റി ഇതിലൂടെ നടക്കുക. ഇനിയിപ്പോൾ ഓരോ കുടുംബക്കാരെ വീട്ടിലേക്ക് പോകാനാട്ടോ മെയിനായിട്ട് ഉണ്ടാവുക. എല്ലാവരെയും വീടൊക്കെ ഒന്ന് വേഗം കയറി വിസിറ്റ് ചെയ്ത് ഇറങ്ങണം. അതിൻ്റെ ഇടയിൽ അവരിവിടെ എല്ലാം പോയി നോക്കട്ടെ. ഇസേനെ ഒന്ന് പുറത്തൊക്കെ ഇറക്കി നോക്കിയാണേ. അപ്പോൾ വീടിൻ്റെ നേരെ മുമ്പിൽ പുഴയാണ് ഉള്ളത്. പിന്നെ ഞാനും കല്ലും കൂടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് കളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൾ എനിക്ക് ഉമ്മയൊക്കെ തന്നേ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്.
എന്നിട്ട് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞങ്ങൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഒരു ഉച്ചയായിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം തൊടുപുഴയിൽ നിന്ന് എത്താൻ ഫുഡ് കഴിക്കണം. അതിൻ്റെ ഇടയിൽ തൊടുപുഴ ഷൂട്ടിംഗ് ഉണ്ട്, ലാലേട്ടൻ്റെ പുതിയ പടത്തിൻ്റെ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് വേഗം അതിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അവിടെ ലാലേട്ടനുണ്ടോ, ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കുകയാണ്. എന്നിട്ട് ഞാനും ഏച്ചിയും കല്ലും കൂടി ഒന്ന് പോയി നോക്കുകയാണ്. പേട്ട പോലീസ് സ്റ്റേഷനാട്ടോ അത്. ഇവിടെയാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരെ ഏച്ചി ഇത് അവരെടുത്ത് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് ലാലേട്ടനുണ്ടോയെന്ന്. അപ്പോൾ ലാലേട്ടൻ ഈ സമയത്ത് അവിടെ ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നേ, നേരെ പിന്നെ റെസ്റ്റോറൻറ്റ് കയറിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ കൂടെ നമ്പൂരി ഉള്ളതുകൊണ്ട് വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി കഴിക്കുകയാണ്. ഞാനെന്തായാലും അന്ന് കഴിച്ചിട്ടില്ല. ഇവിടെ നമ്മളെ കോഴിക്കോട് നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് വേറെ എവിടെയും മര്യാദയ്ക്ക് നല്ല ഫുഡ് കിട്ടൂല കേട്ടോ. ഇവിടുത്തെ ഫുഡ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്തായാലും ആ സദ്യ ഭയങ്കര പോക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അടുത്ത കുടുംബക്കാരെ വീട്ടിലേക്ക് പോവാട്ടോ. ഇത് അമ്മേൻ്റെ അച്ഛൻ മീൻസ് ഞങ്ങളെ അമ്മച്ചൻ്റെ പെങ്ങളെ മോൻ്റെ വീട്ടിലേക്കാട്ടോ വന്നത്. അപ്പോൾ ഇവിടെ വന്നേരതാ ഫേവററ്റായ ചക്ക വറുത്തതൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഇവിടെ കയറിയതാണ്. ഇതാട്ടോ അമ്മച്ചൻ്റെ പെങ്ങൾ. അങ്ങനെ അവരെ കാണാനൊക്കെ വന്നതാണ്. പിന്നെ ചായ കുടിച്ച് കല്ലു ഇതാ ഇവിടുന്ന് ഇതാ ഏട്ടൻ്റെ കൂടെ ഭയങ്കര കളിയിലാണ്. പിന്നെ മെസ്സിമോനെ നോക്കണ്ട കേട്ടോ, അവൻ പിന്നെ ഫോണിൻ്റെ അകത്തായിരിക്കും. അതാ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു കുറച്ച് കുന്നിൻ്റെ മുകളിലാണ് വീട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ അവിടേക്ക് പോകുന്നത്. അവർ പുതിയതായിട്ട് വീടുണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവരെ വിളിച്ചു ചോദിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ വീട്ടിലേക്ക്. അത് നമ്മളെ ഈ നേരെ ഇന്നലെ വന്ന് ഇറങ്ങിയില്ല ഒരു കൊച്ചമ്മ, ആ കൊച്ചമ്മേൻ്റെ മോളെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ എപ്പം ചെന്നാലും അവിടെയാട്ടോ പോയി നിൽക്കാറുള്ളത്. അപ്പോൾ അവരെ മോളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുതിയതായിട്ട് ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ ഹൗസ് വാമിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട്. ഗീതു ചിറ്റ കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ടേ. ഇതാട്ടോ ചിറ്റേൻ്റെ മോനും. അങ്ങനെ അവിടെ എത്തി. ഞങ്ങളിനി അവിടുന്ന് കുറച്ചേരം ഇനി അവിടുത്തെ കാഴ്ചകളായിട്ട് കാണേ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഒരു കുന്നിൻ്റെ മുകളിലാണ്, പക്ഷെ വീട് അടിപൊളിയാണ്. ഇതാണ് ഇവരെ വീട്. പിന്നെ ഞങ്ങളെല്ലാത്തിനും ഇതേമാതിരി ഇസേനെയൊക്കെ പുറത്തിറക്കി. ഇപ്പം കുറേ ആയിട്ട് ഫുള്ള് കറക്കം തന്നെയാണ്. പിന്നെ ഞങ്ങൾ നേരെ അകത്ത് കയറി ഇരിക്കുകയാണ്. പുറമെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ അകത്തൊക്കെ കയറിയിരുന്ന് വീടൊക്കെ കാണുകയാണ്. അപ്പോൾ ഇവിടെ അടിപൊളി ഒരു അക്വേറിയൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തുള്ള മീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞങ്ങൾ പിന്നെ അതിനെയൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ മെസ്സിമോ ഏട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് ഊനാലൊക്കെ ആടുകയാണ്. പിന്നെ അവരവിടെ ഇരുന്ന് കുറച്ച് നേരം ആടിക്കൊണ്ടിരിക്കുക. പിന്നെ നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറക്കിയതാണ്. അപ്പോൾ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഏട്ടനും ഇവരെ കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പട്ടീനെ എല്ലാത്തിനെയൊക്കെ എടുത്ത് ഞങ്ങൾ കാറിൻ്റെ അകത്ത് കയറ്റി വെച്ച് പോവുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ കല്ല് വരുന്നില്ല. കല്ല് ഗീതു ചിറ്റേൻ്റെ കൂടെ നിന്നോളാൻ പറഞ്ഞ് എനിക്ക് ടാറ്റൊക്കെ തന്ന് വിടുകയാണ്. എനിക്ക് ഇവക്ക് എന്ത് പറ്റി, ഇവളെന്താ വരാത്തതെന്ന്. പക്ഷെ ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്ത്, ഇവൾ വരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് സമയം പോവുകയാണല്ലോ, ഞങ്ങൾ പിടിച്ച് കയറ്റിയേ. പിന്നെ നേരെ തൊടുപുഴയുള്ള ഹോട്ടൽ ഹൈ റേഞ്ചിലേക്ക് വന്നാണ്. എപ്പോൾ തൊടുപുഴ വന്നാലും ഇവിടുന്ന് ഫുഡ് കഴിക്കാണ്ട് പോകാറില്ല കേട്ടോ. ഇവിടുത്തെ മെയിൻ പറയുന്നത് കപ്പ ബിരിയാണിയാണ്. ഇവിടുത്തെ കപ്പ ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളിന്ന് കപ്പ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കപ്പ ബിരിയാണി കഴിക്കാത്ത ആകെ 2 ആളുകളുള്ളൂ കേട്ടോ ഞങ്ങളെ കൂട്ടത്തിലുള്ളത്. ഒന്ന് ഞങ്ങളെ നമ്പൂരിയും പിന്നെ ഒന്ന് ഏട്ടനുമാണ്. ഏട്ടന് ബീഫ് ഇപ്പോൾ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അവർ വേറെ എന്തോ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഞങ്ങളതൊക്കെ കഴിച്ച് ഇനി നേരെ